മലയാള സിനിമ ഇൻഡസ്ട്രി വിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുടങ്ങി വെച്ച വിവാദത്തിരിക്കെ ഇപ്പോൾ താരങ്ങളങ്ങ് തീയങ്ങ് പന്തം കത്തിച്ചു വിട്ടിരിക്കുകയാണ്. അതായത് പ്രതിഫലത്തിൻ്റെ പേരിൽ ഇപ്പോൾ തമ്മിലടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. പ്രതിഫലം കുറയ്ക്കാൻ പറ്റത്തില്ലെന്ന് താരങ്ങളിലും കുറച്ചാൽ മാത്രമേ സിനിമ എടുക്കത്തുള്ളൂ എന്ന് പ്രൊഡ്യൂസർമാരും അങ്ങ് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. താരങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ സാർ കേട്ടിരുന്നു ഇതിനെക്കുറിച്ച്? കേട്ടിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് മാധ്യമങ്ങൾ ഇത് തന്നെയാണ് ചർച്ച മെയിനായിട്ട് നടക്കുന്നത്. പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കി. അതിനെ എതിർത്തുകൊണ്ട് നമ്മുടെ ആന്റണി പെരുമ്പാവൂർ ഒരു പ്രസ്താവന ഇറക്കി. ഇന്നിപ്പോൾ ലിസ്റ്റി സ്റ്റീവൻ ആണെങ്കിൽ ഒരു പ്രസ്താവനയായിട്ട് വന്നിട്ടുണ്ട്. അസോസിയേഷൻ്റെ ട്രഷറർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നടത്തുന്ന പ്രസ്താവന, അദ്ദേഹം രണ്ടുപേരുടെ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട്. ആന്റണി പെരുമ്പാവൂരിനെ പുള്ളി അനുകൂലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളി സുരേഷ് കുമാറിനെ അനുകൂലിക്കുന്നുണ്ട്. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണം എന്ന് തന്നെയാണ് പുള്ളിയുടെ പ്രൊഡ്യൂസ് അസോസിയേഷൻ്റെ മൊത്തമായ അഭിപ്രായം. പക്ഷേ താരങ്ങൾ അത് കുറയ്ക്കാൻ തയ്യാറല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പ്രൊഡ്യൂസ് അസോസിയേഷൻ പറയുന്ന സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു 30% അഡ്വാൻസ് കൊടുക്കും. അതിനുശേഷം പടം തീരുമ്പോഴത്തേക്ക് അടുത്തൊരു 30%, 40% അല്ലെ 30% നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് സെൻസർ ചെയ്തതിന് ശേഷമേ കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ആർട്ടിസ്റ്റുകൾ പൊതുവെ പറയുന്ന ഒരു അഭിപ്രായം, ഈ സെൻസർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആർട്ടിസ്റ്റുകളൊന്നും അറിയത്തു പോലുമില്ല. ചിലപ്പോൾ ഒരു സിനിമ സെൻസർ ചെയ്യുന്ന 3 മാസമോ 6 മാസമോ 1 വർഷമൊക്കെ കഴിഞ്ഞാണ്. സാധാരണ ചെറിയ ചെറിയ ആർട്ടിസ്റ്റാണ് അതിനെപ്പറ്റി ഒന്നും അറിയത്തു പോലുമില്ല. ഡയറക്ടറും പ്രൊഡ്യൂസറും മാത്രമേ ഈ സെൻസറിങ്ങിന്റെ കാര്യത്തിൽ അറിയുന്നുള്ളൂ എന്നാണ് നമുക്ക് പൊതുവായിട്ടുള്ള തീരുമാനം. അന്നേരം അവരെ സംബന്ധിച്ചാൽ അവരുടെ ജീവിത ചെലവുകൾ നടക്കത്തില്ല, പൈസ മുഴുവൻ കിട്ടണം. സാധാരണ നമ്മളൊരു ആർട്ടിസ്റ്റിനെ സെൻസർ ചെയ്ത് ഡബ്ബിങ്ങിന് വിളിക്കുമ്പോൾ പൈസ കൊടുത്തു തീർക്കുന്ന ഒരു സംവിധാനമാണ് വർഷങ്ങളായിട്ട് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർ പറയുന്ന ഡബ്ബിങ്ങിന് സമയത്ത് മുഴുവൻ കൊടുക്കത്തില്ല, സെൻസർ ചെയ്യുന്ന സമയത്തേ കൊടുക്കുകയുള്ളൂ, അങ്ങനെ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വലിയ വലിയ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചാൽ അവർക്ക് പൈസ കൊടുക്കാൻ, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച പറഞ്ഞ പോലെ അവർക്ക് പൈസ കൊടുക്കാൻ പ്രൊഡ്യൂസർമാരുടെ ഒരു ക്യൂ ഉണ്ട്. 2-3 വർഷത്തേക്ക് അവർക്ക് ഡേറ്റ് ഇല്ല. ആ രീതിയിലുള്ള പ്രൊഡ്യൂസർമാരുടെ ഒരു സിസ്റ്റമാണ്. പക്ഷേ ഇവർ രണ്ടു കൂട്ടരും ഇപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇന്നലെ ഒരു സംവാദത്തിൽ കണ്ടായിരുന്നു. ചേർത്തല ജയന്റെ ഒക്കെ കുറെ സംഭാഷണങ്ങൾ അമ്മയും പ്രൊഡ്യൂസർ അസോസിയേഷൻ 2 തട്ടിലാകരുത്, ഞങ്ങൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒരു മുതലാളിമാരും ഞങ്ങൾ തൊഴിലാളിയായിട്ടൊന്നൊരു സംവിധാനം അവരെ കൊണ്ട് പറ്റത്തില്ല, ഞങ്ങളും കൂടെ കൂടിയാലേ സിനിമയാവുള്ളൂ, സിനിമാ നിർമ്മാതാക്കൾ പിടിച്ചിട്ട് കാര്യമില്ല, അതിനകത്ത് അഭിനയിക്കാനും നല്ല ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലേ ഒരു സിനിമ വിജയിക്കുകയുള്ളൂ. അവർ പറയുന്നതെല്ലാം ശരിയാണ്, എല്ലാവരും ഇതിന്റെ അവിഭാജ്യ ഘടകങ്ങൾ തന്നെയാണെന്ന് നമ്മുടെ ഒരു പൊതുവായ അഭിപ്രായം. അമ്മയുടെ സംഘടന വേണം, സിനിമ പ്രൊഡ്യൂസർ അസോസിയേഷൻ വേണം, ആക്ടർ വേണം. പക്ഷെ ഇവരൊക്കെ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത രീതിയിൽ അതിനെപ്പറ്റിയൊക്കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്? സാറ് പറയുന്നത് കറക്റ്റ് ആണ്. ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ ഒരു വിവാദം വെച്ച് നോക്കുവാണെങ്കിൽ താരങ്ങൾ പ്രതിഫലം ഒന്നും കുറയ്ക്കും തോന്നില്ല. അവർ പറയുന്നത്, പ്രൊഡ്യൂസർ അസോസിയേഷൻ ആരോപിക്കുന്നത് അവർ മുടക്കുന്ന പൈസയുടെ 80% താരങ്ങൾക്കും ടെക്നീഷ്യന്മാർക്കും ഉള്ള പ്രതിഫലത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ സാറേ, ഈ പ്രതിഫലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ടെക്നീഷ്യന്മാരും താരങ്ങളും ഇല്ലെങ്കിൽ പിന്നെ സിനിമയില്ല. ഒരാളിപ്പോൾ സാറ് പൈസ മുടക്കുന്നുണ്ട്, ഞാൻ അഭിനയിക്കാൻ തയ്യാറല്ല, ടെക്നീഷ്യന്മാരൊന്നും അഭിനയിക്കുന്നില്ല, പിന്നെ സാറ് സിനിമ എങ്ങനെ ഉണ്ടാകും? അതൊരു വലിയൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ചലച്ചിത്ര താരം ബിഗ് ബോസ് താരം കൂടായ അൻസിബ പറയുന്നുണ്ടായിരുന്നു, ഈ അഡ്വാൻസ് കൊടുക്കുന്ന പരിപാടി അത് കുറച്ച് അഡ്വാൻസ് ഈ പറയുന്ന ചെറിയ ചെറിയ താരങ്ങളാകുമ്പോൾ ഈ അഡ്വാൻസ് മേടിച്ചിട്ട് അവർക്ക് വേറൊരു പ്രശ്നം, മറ്റേ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം ഇപ്പോൾ തന്നെ ദൃശ്യത്തിൻ്റെ കേസൊക്കെ ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു. ദൃശ്യത്തിൻ്റെ മലയാളം ഭയങ്കര ഹിറ്റായതോടുകൂടി പല പല സിനിമകളിൽ നിന്ന് അതിന് ചാൻസുകൾ വന്നു. പക്ഷേ ഇങ്ങനെ അഡ്വാൻസ് മേടിച്ചു, മറ്റേ ഡബിങ്ങും ഒക്കെ കഴിയാത്തതുകൊണ്ട് തന്നെ മറ്റ് തെലുങ്കിലും മറ്റ് ഭാഷകളിലൊന്നും ഇതിനെ അഭിനയിക്കാൻ പറ്റിയില്ല, കാരണം എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട്. അങ്ങനെ അതിൻ്റെ അവസരങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനൊക്കെ ആര് മറുപടി പറയുമെന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം ഈ സിനിമാ നടിമാർക്ക് അഡ്വാൻസ് കൊടുത്ത് അവർക്കത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. അവരൊക്കെ ചോദിക്കുന്നത് അവർക്കും ഫാമിലി ഉണ്ട്, അവർ ഫാമിലി റൺ ചെയ്യണമെങ്കിൽ സാമ്പത്തികം വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ കുറച്ച് പൈസ ആയിരിക്കുമല്ലോ അഡ്വാൻസ് കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് കൊടുക്കുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്മാർ പറയണം. അത് അവർ പറയുന്നില്ല. അത് അവരുടെ ഒരു കുടില ബുദ്ധിയല്ലേ എന്ന് ചിലപ്പോൾ കേൾക്കുന്ന പ്രേക്ഷകർക്ക് തോന്നിയേക്കാം. എന്നിരുന്നായാലും കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് സുരേഷ് കുമാർ പറഞ്ഞതിനെതിരെ ആന്റണി പെരുമ്പാവൂർ ശക്തമായ ഭാഷയിൽ ഒരു നീണ്ട ഒരു നോട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിനെ അനുകൂലിച്ചുകൊണ്ട് ലാലേട്ടനും പൃഥ്വിരാജും ഉണ്ണിമൂന്തനും എല്ലാവരും തന്നെ വരികയുണ്ടായി. അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും അതിനെ ലൈക്ക് അടിക്കുകയും അനുകൂലിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തതിനർത്ഥം അവരതിനെ അനുകൂലിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ആൻസിബയെ പോലുള്ള ആർട്ടിസ്റ്റുകൾ ചോദിക്കുന്ന പോലെ ഒരു പ്രതിഫലം നിശ്ചയിക്കുക, അതിൽ പ്രതിഫലം മേടിക്കുക എന്നുള്ളത് അവരുടെ മൗലിക അവകാശമാണ്. ഇത് ഗവൺമെൻറ് ജോബിലൊന്നും അല്ലല്ലോ പേ സ്കെയിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ പ്രോഗ്രാം ഉള്ളപ്പോഴല്ലേ അവർക്ക് പേയ്മെൻറ്റ് കിട്ടുകയുള്ളൂ, പ്രോഗ്രാം ഇല്ലാത്തപ്പോൾ കിട്ടത്തുമില്ല. എന്ത് പറയുന്നു സാർ അതിനെക്കുറിച്ച്? ഉറപ്പായിട്ടും അതിപ്പോൾ എല്ലാവരും തന്നെ പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂരിനെ സപ്പോർട്ട് ചെയ്യുള്ളത്. പുള്ളിയാണ് ഇപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും കരുത്തനായ ഒരു നിർമ്മാതാവ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്താണ് നമ്മുടെ മോഹൻലാലും ഉണ്ണിമൂന്തനും. കാരണം അദ്ദേഹം വീണ്ടും സിനിമ എടുക്കും. സുരേഷ് കുമാർ ഇപ്പോൾ സിനിമയൊന്നും എടുക്കുന്നില്ല, സിയാദ് ബക്രാന സിനിമ എടുക്കുന്നില്ല. അവരിങ്ങനെ അസോസിയേഷനുമായിട്ട് നടക്കുന്ന ഒരു കാര്യത്തിൽ എന്തും പറയാൻ പറ്റും. കാരണം സിനിമ സ്ഥിരമായിട്ട് എടുക്കുന്ന പുള്ളി 100 കോടിയുടെ 50 കോടിയുടെ സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ റിസ്ക് ഉണ്ട്. ഈ ആർട്ടിസ്റ്റുകളുടെ എല്ലാവരും ഇത് വേണം. നമ്മളിപ്പം സരി പറഞ്ഞാൽ അൻസിബയുടെ ഒക്കെ ചെറിയ ആർട്ടിസ്റ്റുകളുടെ കാര്യമല്ല ഇവർ പറയുന്നത്. ഏതാണ്ട് 5 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് മേടിക്കുന്ന ആർട്ടിസ്റ്റുകളുടെയാണ് ഇവർ 30% അല്ലെ സെൻസർ കഴിയുമെന്ന് പറയുന്നത്. ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകൾക്ക് 1 ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് വരുന്നവരെ ചെറിയ ആർട്ടിസ്റ്റൊക്കെ ആണെങ്കിൽ അന്നേരം തന്നെ പൈസ കൊടുത്ത് 1 ദിവസം ഡെയിലി ബേസിൽ കൊടുത്ത് വിടുവാണ്.
സിനിമയാണ്. ഏതായാലും ഇവർ തമ്മിൽ ഇപ്പോൾ വലിയൊരു തർക്കമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഇവർ ഓൾറെഡി സിനിമയിലെ അവരുടെ അപ്രമാദിത്വമുണ്ട്. ആന്റണി പെരുമ്പാവൂർ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തില്ലെന്ന് പറഞ്ഞാൽ പുള്ളി അത്രമാത്രം തിരക്കിലാണ് സിനിമ ഷൂട്ടിങ്ങുമായിട്ട്. പുള്ളിക്ക് സംഘടനാ പ്രവർത്തനങ്ങളിലൊന്നും വരാൻ സമയമില്ല. അവർക്കൊന്നും നമ്മുടെ ആന്റോ ജോസഫ് പ്രസിഡന്റ് ആണെങ്കിൽ ഓൾറെഡി ലീവ് എടുത്തിരിക്കുകയാണ്. 6 മാസത്തെ ലീവ്. അങ്ങനെ ലീവ് എടുക്കുന്നവരെ സംഘടന വേറെ പ്രസിഡന്റിനെ വെക്കുകയോ അങ്ങനെയുള്ള ഈ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഭാഗത്തും എല്ലാവരുടെ ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വീക്ക്നെസ് ഉണ്ടെന്നാണ് നമ്മുടെ പൊതുവായ അഭിപ്രായം. എല്ലാവർക്കും തെറ്റുകളുണ്ട്. കാരണം എങ്ങനെയും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ലിസ്റ്റ് ഷേബിനാണെങ്കിലും ഒന്നും വിട്ടു പറയുന്നില്ല. ഇന്നത്തെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ല. അവർ വിട്ടു പറയത്തില്ല. അവർ ആന്റണി ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നു, സുരേഷ് ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നു. കാരണം മോഹൻലാൽ എന്ന് പറഞ്ഞ കരുത്തനായ ഒരാൾ ആന്റണി പെരുമ്പാവൂരിന്റെ കൂടെ ഉണ്ട്. അയാളെ ഒരിക്കലും എതിർക്കാൻ പറ്റത്തില്ല. കാരണം മുമ്പോട്ടുള്ള സിനിമയ്ക്ക് ഇവർക്കൊക്കെ പല രീതിയിൽ അങ്ങോട്ട് ഒരാളെ ഏതെങ്കിലും പണ്ട് തിലകനെയാണ് പുറത്താക്കി. നമ്മളെ ഈ അസോസിയേഷനായിട്ട് ബന്ധപ്പെടാത്ത എല്ലാവരെയും ഇവർ പുറത്താക്കും. വിനയനിപ്പിച്ച് സിനിമ ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ ഒരു വലിയ കാര്യങ്ങളാണ്. വലിയ കലാകാരന്മാരായാലും ഇവരുടെയൊക്കെ സപ്പോർട്ടുകൾ എല്ലാ ഭാഗത്തും. ഇപ്പൊ ഈ നമ്മളിപ്പോൾ ഒരു സിനിമ സെൻസർ ചെയ്യണമെങ്കിൽ തന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ലെറ്റർ, ചേംബറിന്റെ ലെറ്റർ, അങ്ങനെ നിരവധി കാര്യങ്ങൾ കൊണ്ട് കാണിച്ചാലേ നമുക്കൊരു സിനിമ അത് സെൻസർ ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. അതുകൂടാതെ ഒത്തിരി കാര്യങ്ങൾ, ഇതെല്ലാ കാര്യങ്ങളും ഒരു സിനിമ തുടങ്ങണമെങ്കിൽ തന്നെ ഇവരെ അറിയിക്കണം. ഇവരുടെ ലെറ്റർ വേണം, ഇവരുടെ മെമ്പർമാരായിരിക്കണം വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു ഡ്രൈവർ പോലും കാർഡുള്ളവരായിരിക്കണം ഇവരുടെ ആരെങ്കിലും സംഘടനയിൽ. അങ്ങനെയൊക്കെ ഒത്തിരി നിയമങ്ങൾ വന്നുകൊണ്ട് പുതുതായിട്ട് വരുന്ന പ്രൊഡ്യൂസർ അസോസിയേഷനും ഒക്കെ ഞാൻ പറയില്ല. ഓൾറെഡി ഇന്നലെ സുരേഷ് കുമാർ കറക്റ്റായിട്ട് സൂചിപ്പിച്ചു. പല ഇൻവെസ്റ്റേഴ്സ് വെളി രാജ്യങ്ങളിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇൻവെസ്റ്ററെ കൊണ്ടാണ് ഈ കൂടുതൽ പൈസ ഒക്കെ പണപ്പിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ പ്രൊഡ്യൂസർമാരെ 2-3 കോടി രൂപയൊക്കെ കാണുകയുള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ച അതേ സംവിധാനം തന്നെ ഇത് ഷൂട്ടിംഗ് ദിനങ്ങളൊക്കെ 30 ദിവസം 40 ദിവസം ചിലപ്പോൾ 6 മാസം ഒക്കെ നീളുമ്പോഴത്തേക്കും കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെന്റ് ആകുന്നുണ്ട്. അവരൊക്കെ ധരിച്ചേക്കുന്നത് 100 ഇരട്ടി തിരിച്ചു കിട്ടും. ഈ പറയുന്ന 100 പ്രൊഡ്യൂസർ വന്നാൽ 95 പ്രൊഡ്യൂസറും പരാജയപ്പെട്ടു പോകുന്ന സംവിധാനമാണ്. ഇപ്പോൾ കുറച്ച് നമ്മൾ ഈ പേര് പറഞ്ഞ 3-4 പേരൊക്കെ മാത്രമേ സിനിമാ മേഖലയിൽ ശക്തമായിട്ട് ലാഭകരമായിട്ട്. ഇന്നിപ്പോൾ പുള്ളിയുടെ ഇന്റർവ്യൂവിനകത്തൊക്കെ ഉണ്ടായിരുന്നു 2.5 കോടിയുടെ കാറ് മേടിച്ചു. ആ കാറിന് ഇപ്പോൾ 1.5 കോടി എന്ന് വെച്ചാൽ അതുപോലെ സൗകര്യങ്ങളും സെറ്റപ്പും പല രീതിയിലുള്ള പല ഫണ്ടുകളും കാര്യങ്ങളും അവർക്കുണ്ട്. അല്ലാതെ നമ്മൾ സാധാരണയായിട്ട് അധ്വാനിച്ച് വരുന്നവർ തന്നെ വസ്തു വിറ്റ് വരുന്ന ഒരാൾ 3-4 കോടി കലയോടുള്ള സ്നേഹം കണ്ട് സിനിമ പിടിക്കാൻ പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരൊക്കെ ഓൾറെഡി വെള്ളത്തിലായി പോകുന്നു എന്നുള്ള 100% സുരേഷ് കുമാർ പറഞ്ഞതിനോട് നമ്മൾ പൂർണ്ണമായിട്ട് യോജിക്കുക. കാരണം ഒരുമാതിരിപ്പെട്ടവർ മുമ്പോട്ട് പോകത്തില്ല. പണ്ട് കാലത്ത് പൈസയൊക്കെ ഉണ്ടാക്കി. പണ്ട് കാലം എന്ന് പറയുമ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിങ് ചെലവിനോളം തന്നെയുള്ള പൈസയൊക്കെ സാറ്റലൈറ്റ് കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഇപ്പം നിലവിൽ സെലക്ട് ചെയ്തേക്കുന്ന കുറേ നടന്മാരുടെ പടത്തിന് മാത്രമേ സാറ്റലൈറ്റ് ഉള്ളൂ. അതുകൂടാതെ അല്ലെങ്കിൽ തിയേറ്ററിൽ അതുപോലെ നമ്മൾ നന്നായിട്ട് ഓടി വരുന്ന സിനിമയ്ക്ക് മാത്രമേ ഉള്ളൂ. അതായത് ഇവരൊക്കെ വലിയ പ്രതിസന്ധിയിലാണോ എന്ന് ചോദിച്ചാൽ 100% അതെ. പക്ഷേ ഇതിപ്പോൾ എല്ലാവരുടെ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ 100% തീർക്കും. ഇനിയിപ്പോൾ 2-3 മാസമുണ്ട്. ജൂൺ തൊട്ടാ സമരം എന്ന് പറഞ്ഞേക്കുന്നത്. സമരം ഒന്നും സാധാരണ ജനങ്ങളെ ഈ സമരം ഒന്നും ബാധിക്കില്ല. സാധാരണക്കാരൻ കാശ് കൊടുത്താണ് സിനിമ കാണുന്നത്. ഇവിടെ അല്ലെങ്കിൽ വേറെ അടുത്ത് കാണാൻ നമ്മൾ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസം. എന്നാലും ഈ പുതിയ അപ്ഡേറ്റ് പറയുന്നത് വെച്ചാൽ നമ്മൾ ഇവരെ പ്രശ്നങ്ങളൊക്കെ കുറേയൊക്കെ തീർക്കും. പക്ഷേ ഇവർ തമ്മിലൊന്നും ഉള്ളുകൊണ്ട് ആരും ഹാപ്പി അല്ല. പ്രൊഡ്യൂസർ അസോസിയേഷൻ തന്നെ എതിർപ്പുണ്ട്, അവരും അമ്മയായിട്ട് എതിർപ്പുണ്ട്. ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നവരുണ്ട്. കാരണം ചെറിയ ഈ മീഡിയ നടൻ, ഇന്നലെ ഞാൻ പറഞ്ഞ നടന്റെ പേര് പറയുന്നില്ല, അവരൊക്കെ കൂടുതൽ പറയാത്തെന്ന് പറഞ്ഞാൽ അവർക്ക് ലാലേട്ടനെ പേടി, ആന്റണി പെരുമ്പാവൂരിനെ പേടി. അവരെ സിനിമയിൽ അവസരം കിട്ടത്തില്ല. പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെട്ടില്ല അടുത്ത സിനിമയിൽ ആവശ്യം ചേർത്തൽ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും. അവരൊക്കെ എന്നാ സംഘടനാ പ്രവർത്തനം പറഞ്ഞാൽ അവരൊക്കെ ചെറിയ റോള് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത്രയും നാളുമാണ് ഈ അമ്മയുടെ ഭാര്യകളായിട്ട് നിൽക്കുന്നവരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയായിട്ടും. അമ്മ ഇപ്പോൾ സംഘടന ഇപ്പോൾ ഇന്നലെ ഒരു ന്യൂസ് കണ്ടായിരുന്നു, നമ്മുടെ കുഞ്ചാക്കോ ബോബനെ അമ്മയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കണം. അതിന് കുഞ്ചാക്കോ ബോബൻ ഓൾറെഡി തന്നെ നിരസിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റത്തില്ല, അതുപോലെ ഷെഡ്യൂളുകൾ 2-3 വർഷത്തേക്കൊണ്ട് എനിക്ക് അതിനകത്ത് സംഘടനാ പ്രവർത്തനമായിട്ട് വരാൻ പറ്റത്തില്ല. ഇടയ്ക്ക് ഉണ്ണിമൂൻ തന്നെ ട്രഷറായിരുന്നു, ട്രസ്റ്റ് സ്ഥാനം പുള്ളി രാജിവെച്ചു. അന്നേരം എല്ലാ സംഘടനയിലും അങ്ങോട്ടും ഇങ്ങോട്ടും സമയമുള്ളവർക്ക് അല്ലെങ്കിൽ ജോലികളില്ലാത്തപ്പോൾ കൂടുതൽ സിനിമയുള്ളവർക്ക് അതിൻ്റെ സിനിമ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പ്രസിഡന്റായിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ റോളും കാര്യങ്ങളും ഉള്ളവരെ സംബന്ധിച്ചോളൊന്നും അമ്മയുടെ പ്രസിഡന്റായിട്ടിരിക്കാനും പറ്റത്തില്ല. വലിയ വർക്കുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇടവേള ബാബു ആയിരുന്നു വർഷങ്ങൾ. അദ്ദേഹത്തിനൊന്നും വലിയ സിനിമകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് സജീവമായിട്ട് സംഘടനാ പ്രവർത്തനത്തിൽ പറ്റും. സിദ്ദിഖാണെങ്കിൽ ആ പ്രശ്നം വന്നതോട് രാജിവെച്ച് പോയി. എന്നാലും വീണ്ടും ഇവരുടെ ഇടയ്ക്ക് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ ഓട്ടോമാറ്റിക്കായിട്ട് സോൾവ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റിയൊക്കെ എന്നാ ശരിയാ പറയുന്നത്? ഈ പറയുന്ന പോലെ ഈ സിനിമ എന്ന് പറയുന്ന എല്ലാവരുടെ ഒരു കൂട്ടായ്മയാണല്ലോ സാറേ. കാരണം പ്രൊഡ്യൂസർമാർ വേണം, പൈസ ഇല്ലാതെ സിനിമ ഇറക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും പ്രൊഡ്യൂസർമാർക്ക് വലിയൊരു പങ്ക് തന്നെ ഉണ്ട്. പക്ഷേ അവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത്ര പൈസ മുതൽ മുടക്ക് കിട്ടുന്നില്ല എന്നൊരു പരാതി തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം സുരേഷ് കുമാർ പറയുകയുണ്ടായി, ഇപ്പോൾ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകന്മാർ തന്നെ നിർമ്മാതാക്കളാകുന്ന അവസ്ഥ. അതായത് വലിയ വലിയ മെഗാ സ്റ്റാറുകൾ, ഇപ്പോൾ മമ്മൂട്ടി ആയാലും പൃഥ്വിരാജനായാലും ഒക്കെ എല്ലാവർക്കും കമ്പനികളാണ്, സിനിമാ കമ്പനികളും സിനിമാ പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ പ്രൊഡക്ഷൻ കമ്പനികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല. കാരണം അവർ അഭിനയിക്കുന്നു, പൈസ വാങ്ങിക്കുന്നു, സിനിമയിലേക്ക് ഇറക്കുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആവുമെന്ന് ചോദിച്ചാൽ താരങ്ങളാണ് വിചാരിക്കേണ്ടത്. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കാര്യം പറയുമ്പോൾ ഈ 100 കോടി ക്ലബ്ബൊന്നും ഇല്ല എന്ന് പറഞ്ഞാണ് അത് ഇത്രയധികം ട്രിഗർ ചെയ്യാൻ കാര്യം. അതിപ്പോൾ പുള്ളി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് 1 കോടി രൂപ. ഇപ്പം 100 കോടി ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ 1 രൂപ അല്ലെങ്കിൽ 100 രൂപ കിട്ടിയാൽ 30 രൂപയുടെ സർക്കാരിനാണ് പോകുന്നത്. ബാക്കി ടാക്സും കാര്യങ്ങളും എല്ലാം കിട്ടും. ഒരു പ്രൊഡ്യൂസറെ കിട്ടുന്ന 1 കോടി രൂപ കിട്ടിയാൽ അതിൻ്റെ 30% വെച്ചാൽ 30 ലക്ഷം രൂപ പ്രൊഡ്യൂസറെ കിട്ടുന്നുള്ളൂ. അതിൻ്റെ പരസ്യം കൂടെ പോയി കഴിഞ്ഞാൽ 25 ലക്ഷം കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ടോട്ടൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 25%
മാത്രമേ പ്രൊഡ്യൂസറിലേക്ക് കിട്ടുന്നുള്ളൂ. ചുമ്മാ കോടി എന്ന് പരസ്യത്തിനടുത്ത് 100 കോടി കിട്ടി, 200 കോടി, 100 കോടി കിട്ടി സിനിമ ചെയ്ത് അടുത്ത ആൾ നമുക്കറിയാവുന്ന ചില പ്രൊഡ്യൂസർമാരൊക്കെ ഇപ്പോഴും കടത്തിലത്. പക്ഷെ അവർ പറയുന്നത്, ഞങ്ങൾ പറയുന്ന ഇന്റർനാഷണൽ സാറ്റലൈറ്റ് വാല്യൂ കൂടെ, അതായത് ഈ പറയുന്ന പോലെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് 100 കോടി ക്ലബ്ബിൽ എത്തിയെന്നാണ് പറയുന്നതാണ് താരങ്ങൾ പറയുന്നത്. 100 കോടി ക്ലബ്ബിൽ എത്തിയെന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറായി കിട്ടുന്ന 1 കോടി രൂപ കിട്ടുന്ന, ഇന്നലെ ഇപ്പോൾ സുരേഷ് കുമാർ പ്രത്യേകം പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട്, 1 കോടി രൂപ കിട്ടിയാൽ 25 ലക്ഷം രൂപയെ പ്രൊഡ്യൂസറായി വരുള്ളൂ, ബാക്കി 75 ലക്ഷം രൂപ വേറെ രീതിയിൽ പോവുകയാണ്. ഒരു 30% സർക്കാരിന് കൊടുക്കുന്നുണ്ട്, സർക്കാരിൽ നിന്ന് യാതൊരുവിധ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. ആകെപ്പാടെ ഇവരുടെ കുറച്ച് സബ്സിഡി കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒരു 3-4 വർഷം കൊണ്ട് പുതുതായിട്ട് വരുന്ന ഒരു പ്രൊഡ്യൂസർക്കൊന്നും ഉടനെ കിട്ടുന്ന ഒരു കാര്യങ്ങളല്ല ഈ സബ്സിഡിയും കാര്യങ്ങളും. അന്നേരം 100% ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും നമുക്കറിയാം. എങ്കിലും സിനിമാ മേഖല എല്ലാവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വളരെ ശക്തമായിട്ട് ഇവരെല്ലാം കൂടെ ഒന്നിച്ച്, കുറേയൊക്കെ എന്ന് വെച്ചാൽ 100% ഒന്നും യോജിക്കാൻ ഒരു പ്രസ്ഥാനത്തിനും പറ്റത്തില്ല. എന്നാൽ പോലും ഇവരൊക്കെ പരസ്പരം യോജിച്ച് നല്ല സിനിമകളും നല്ല വാണിജ്യ സിനിമകളും നല്ല കലാമൂല്യമുള്ള സിനിമകളും ഒക്കെ കേരളത്തിൽ വരട്ടെ എന്ന് മാത്രമാണ് നമ്മുടെ പൊതു അഭിപ്രായം.